മഴയാണ് ഗൈസ്. ഇത്രയും നാളും ഇവിടെ എന്താണ് വെയിൽ കാരണം ഒന്നും മഴ പെയ്തിരുന്നെങ്കിലെന്ന് എല്ലാവരും കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ മഴ പെയ്തപ്പോഴാണെങ്കിൽ എല്ലാവർക്കും സമാധാനമായി ഗൈസ്. കാരണം ഇപ്പൊ ഇവിടെ തോട്ടിലും എല്ലായിടത്തും വെള്ളമാണ് ഗൈസ്. ഇപ്പൊ വെള്ളം കയറി വീടിന്റെ അടുത്ത് കയറാറായി. അപ്പൊ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ്? ഇതുപോലെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടോ? അപ്പൊ നമ്മൾ ഇന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിച്ചു, സ്കൂൾ തുറക്കാറായല്ലോ, അപ്പോൾ ഈ ബുക്കൊക്കെ ഒന്ന് കവർ ചെയ്ത് സെറ്റ് ചെയ്യണ്ടേ എന്നൊക്കെ വിചാരിച്ച് ഇപ്പൊ നമ്മൾ വീഡിയോ കൂടെ എടുക്കാനായിട്ടാണ് വന്നേക്കണത്. അപ്പൊ പിന്നെ അൺബോക്സിങ് കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കാണാം വീഡിയോ. അപ്പോൾ ഗൈസ്, ഇതാണ് അപ്പുവിന്റെ ബാഗ് എന്ന് പറയുന്നത്. ഇത് അവൻ 5ാം ക്ലാസ്സിലേക്ക് എൻ്റെ സ്കൂളിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ അവിടെ പുതിയ കുട്ടിയാണല്ലോ. അപ്പോൾ പുതിയ കുട്ടികൾക്ക് എല്ലാവർക്കും ഇതുപോലെ ബാഗ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. എനിക്ക് പിന്നെ കഴിഞ്ഞ വർഷത്തെ ബാഗ് ഉള്ളതുകൊണ്ട് ഞാൻ വേറെ വാങ്ങിച്ചില്ല ഗൈസ്. നിങ്ങൾക്ക് ബാഗൊക്കെ വാങ്ങിച്ചോ? പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് കുറച്ച് നോട്ട്ബുക്സ് ആണ്. കുറച്ചല്ല, അത്യാവശ്യം ഉണ്ട്. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും കുറേ ബുക്സിൻ്റെ ആവശ്യം വരുമല്ലോ. അപ്പോൾ ഇടക്കിടക്ക് വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ച് അത്യാവശ്യം നമ്മൾ ബുക്കൊക്കെ എല്ലാ വർഷവും വാങ്ങിച്ചു വെക്കാറുണ്ട്. ക്ലാസ്മേറ്റിൻ്റെ ബുക്കാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് അപ്പൂവിനുള്ള ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണ്. എൻ്റെ ഉണ്ട്. സാധാരണ ഞാൻ എല്ലാ വർഷവും ഉണ്ടല്ലോ എൻ്റെ ഇൻസ്ട്രുമെന്റ് ബോക്സ് അച്ഛൻ വാങ്ങിച്ചു തരണമെങ്കിൽ എല്ലാ വർഷവും വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറക്കാറാകുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം കാണണ്ടോ, അപ്പോൾ വേറെ വാങ്ങും. പക്ഷേ ഈ വർഷം ഞാൻ എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇത് തുറന്ന് കാണിച്ചു തരാം. ഇത് അപ്പൂൻ്റെ ആണ് കേട്ടോ. ഇതാണ് സംഭവം. അപ്പോൾ ഇതാണ് ഗൈസ് ആ ബോക്സിൻ്റെ ഉള്ളിൽ. ഇതിനായിട്ട് ഇങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ട് ഗൈസ്. ഇതാണ് നമുക്ക് എടുത്ത് വെച്ചേക്കാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യൂട്ടായിട്ടുള്ള സംഭവമുണ്ട് ഗൈസ്. ഇത് കട്ടറാണ്. നല്ലൊരു എന്താ പറയുക, ഒരു ബോള് പോലത്തെ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഇതും വേറൊരു കട്ടറും ഉണ്ട്. ഇതിനകത്ത് റബ്ബറും ഉണ്ട്. ഇവിടെ റബ്ബറും ഇവിടെ കട്ടറും ഉണ്ട്. ഊരാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ബുക്ക് കവർ ചെയ്യാനായിട്ടുള്ള ഈ 2 സാധനമാണ് ഗൈസ്. കൊള്ളാമല്ലോ. ഇതിൽ ഒരെണ്ണം എനിക്കും ഒരെണ്ണം അപ്പൂനും ആണ്. പിന്നെ നമ്മൾ അപ്പൂനും എനിക്കും ഈ ഒരു ബോക്സ് കൂടാണ്ട് ഇതുപോലത്തെ ഒരു ബോക്സും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു പിങ്ക് കളർ എൻ്റെ ആണ് കേട്ടോ. അതിനകത്ത് ഇങ്ങനെയൊക്കെയാണ് സംഭവം. ഇത് നമുക്ക് പെൻസിൽ പെന്നൊക്കെ വെക്കാൻ പറ്റും. ഇവിടെ ചെത്താനൊക്കെ വേണ്ടിയിട്ടുള്ള സംഭവം. ഇവിടെ അതുപോലെ തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാം. നെക്സ്റ്റ് അപ്പൂൻ്റെ ബോക്സ് ആണ്. അപ്പൂൻ്റെ ഇവിടെ ഒരു സ്പൈഡർമാൻ്റെ ഇതാണ്. ഇതിനകത്ത് ഇവിടെ കാൽക്കുലേറ്റർ ഉണ്ട്. പിന്നെ അതിലുള്ള പോലെ തന്നെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ. ഇവിടെ ടേബിൾ എഴുതിയിട്ടുണ്ട് കേട്ടോ. മാത്സിൻ്റെ ടേബിളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ നമ്മൾ ഇതെൻ്റെ വാട്ടർ ബോട്ടിലാണ്. അതുപോലെ തന്നെ ഇതാണ് അപ്പൂൻ്റെ വാട്ടർ ബോട്ടിൽ. ഇതാണ് ഈ അപ്പൂൻ്റെ. നമുക്ക് വയ്ക്കാം. പിന്നെ നമ്മൾ പെൻ വാങ്ങിയിട്ടുണ്ട്. പെന്ന് നമ്മൾ ഓവറായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ ഇവിടെ എന്തെങ്കിലും കുറേ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും അവിടെ ഉള്ളൊക്കെ ഇട്ട് കളയണമെന്ന് തന്നെ നമ്മൾ അത്യാവശ്യം സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ വാങ്ങാമല്ലോ. പിന്നെ നമുക്ക് 2 സ്കെയിൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പെൻസിലും ഒരു ബോക്സും പുതിയത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മാർക്കർ എന്തെങ്കിലും ആവശ്യമൊക്കെ വരുമ്പോൾ എഴുതാനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്കറും. ഇത് നമ്മുടെ നെയിംസിൽ പണ്ടത് അപ്പൂൻ്റെ ആണ്. അപ്പൂന് ഈ കാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറുകൾ വണ്ടികളെന്നൊക്കെ പറയുന്നത് ഭയങ്കര ജീവനാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ അവന് വണ്ടികളുടെ മറ്റേ എനിക്കെന്ന് പറയുന്നത് ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, നിങ്ങൾ എൻ്റെ ചാനലിൽ കൂടുതലും കാണാൻ പറ്റുന്ന BTS മെമ്പേഴ്സിൻ്റെ വീഡിയോസ് ആയിരിക്കും. എനിക്ക് BTS ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അച്ഛൻ എനിക്ക് BTSൻ്റെ നെയിം സ്ലിപ്പാണ് വാങ്ങിച്ചു തന്നിട്ടുള്ളത്. ഗൈസ്, നമുക്ക് ഈ ഒരു ബുക്കൊക്കെ കവർ ചെയ്തെടുക്കണം. നമുക്ക് കവർ ചെയ്തെടുക്കാം ഗൈസ്. നമ്മൾ റെയിൻകോട്ട് ഒക്കെ കഴിഞ്ഞ വർഷത്തുള്ളതുകൊണ്ട് ഈ വർഷം നമ്മളൊന്നും വാങ്ങിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ ഞാനാണ് ഈ പണ്ട് മുതലേ തന്നെ അവൻ്റെയും ബുക്ക് ഞാൻ തന്നെയാണ് കവർ ചെയ്യുന്നത്. എനിക്ക് എന്തോ വേറൊരു പണി ഇഷ്ടമല്ല. പക്ഷേ ഈ ഒരു സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഈ ഒരു ബുക്ക് കവർ ചെയ്യലും ഇതൊക്കെ സെറ്റാക്കലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്? നിങ്ങൾക്ക് ആരാണ് ഇതൊക്കെ ചെയ്തു തരുന്നത്? ബുക്ക് കവർ ചെയ്തൊക്കെ തരുന്നതും സ്കൂളിൽ പോകാനെല്ലാം സെറ്റാക്കി തരുന്ന ആരാണ്? കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ 8ാം ക്ലാസ്സിലെ എൻ്റെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത്.
നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം. ഫസ്റ്റ് എൻ്റെ ബുക്കാണ് കവർ ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ അവിടെ നിന്ന് നോക്കിയിട്ട് ചിരിക്കണ്ടേ. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഈ ഒരു കളറാണ് എടുക്കുന്നത്. ജഗ്ഗിനെയാണ് എടുത്തിരിക്കുന്നത്. ഇത് മലയാളം ടെസ്റ്റാണ് ഗൈസ്, മലയാളം. ഗൈസ് എനിക്ക് കഴിഞ്ഞ വർഷവും ഇതുപോലത്തെ BTSന്റെ ഒരു സ്റ്റിക്കറായിരുന്നു കേട്ടോ, പറയാൻ പറഞ്ഞു. നമ്മുടെ അടുത്തേക്ക് ഒട്ടിക്കാം. ഇത് ഇംഗ്ലീഷാണ് ഗൈസ്. ഇതിനകത്ത് നമ്മൾ വീണുണ്ട് ഒട്ടിക്കാൻ പോകുന്നത്. രണ്ടെണ്ണം സെറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം ചെയ്യാം. നമ്മള് നോട്ടും ടെസ്റ്റും ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. എൻ്റെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പൂൻ്റെ ടെസ്റ്റ് ഇനി കിട്ടിയിട്ട് വേണം. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോസിൽ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ എല്ലാവരും ഒന്ന് അതൊക്കെ ക്ഷമിക്കണം. എനിക്ക് അതിനെപ്പറ്റിയൊന്നും വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് നമ്മൾ പിന്നെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നന്ദി.